ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടെ നിന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷനായിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷന് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗമാണ് ബയോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ചത്? രക്തപര്യന വ്യവസ്ഥ പഠിച്ചല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥ നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഊർജത്തിനായി ശ്വസിക്കാം എന്ന് പറയുന്ന SCRT പാഠഭാഗത്തിലൂടെയാണ്. അപ്പോൾ ഊർജത്തിനായി ശ്വസിക്കാം എന്ന് പറയുന്ന പാഠഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. നമ്മുടെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഊർജത്തിനായി ശ്വസിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്വസന വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നത് കോശങ്ങളിലാണ്. അതിന് ലഘുപോഷകങ്ങൾക്കൊപ്പം ഓക്സിജനും ആവശ്യമാണ്. ആദ്യം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നത് എവിടെയാണ്? കോശങ്ങളിലാണ്. നമ്മൾ SCRTയിലെ ഓരോ വരികളും വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് SCRTയിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ് അതുപോലെ കൊടുത്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അങ്ങനെ വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നത് എവിടെയാണ്? കോശങ്ങളിലാണ്.
അതിന് ലഘുപോഷകങ്ങൾക്കൊപ്പം ഓക്സിജനും ആവശ്യമാണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. അപ്പം എന്താണ് ശ്വസന വ്യവസ്ഥ? അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നതാണ് ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും കിട്ടിയല്ലോ. പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം സ്വതന്ത്രമാക്കപ്പെടുന്നത് കോശങ്ങളിലാണ്. അതിന് ലഘുപോഷകങ്ങൾക്കൊപ്പം എന്തും വേണം? ഓക്സിജൻ ആവശ്യമാണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്ന വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. അപ്പോൾ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇവിടെ നോക്കുക, ചിത്രം. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നാസാദ്വാരം അഥവാ നോസ്ട്രിലാണ്. ചിത്രം കാണുന്നുണ്ടല്ലോ, അടയാളപ്പെടുത്തിയൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നാസാദ്വാരം അഥവാ നോസ്ട്രിൽ, നിങ്ങൾ എപ്പോഴും ഈ ചിത്രം വെച്ചിട്ട് അടയാളപ്പെടുത്തിയത് വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ആയിക്കോളും, മാറിപ്പോകത്തില്ല ഓരോ പാർട്ടും. ഓക്കെ, നോക്കുക. അപ്പോൾ ആദ്യത്തെ പാർട്ട് നാസാദ്വാരം അഥവാ നോസ്ട്രിലാണ്. അപ്പോൾ എന്താണ് നാസാദ്വാരത്തിൻ്റെ ഫംഗ്ഷൻ? ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് അല്ലേ? നമ്മളിങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത പാർട്ട് നോക്കാൻ പോവുകയാണ് നാസാഗഹ്വരം. ഓക്കെ, നാസാഗഹ്വരം എവിടെയാണ് അടയാളപ്പെടുത്തിയെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? നെയ്സൽ ക്യാവിറ്റി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. നാസാഗഹ്വരം അല്ലെങ്കിൽ നെയ്സൽ ക്യാവിറ്റി. അപ്പോൾ എന്താണ് ഈ നാസാഗഹ്വരം? നാസാദ്വാരത്തെയും, നാസാദ്വാരം എന്താണെന്ന് പഠിച്ചല്ലോ, നാസാദ്വാരത്തെയും ഗ്രസനിയെയും, ഗ്രസനി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ, എന്താണ് ദഹന വ്യവസ്ഥ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാസാദ്വാരത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് എന്ത്? നാസാഗഹ്വരം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ശ്വാസനാളം. നാസാദ്വാരം കഴിഞ്ഞ് നാസാഗഹ്വരം കഴിഞ്ഞ് അടുത്ത ആളാണ് ശ്വാസനാളം. ഇവിടെ ഒരു ബ്ലൂ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ശ്വാസനാളം അഥവാ ട്രക്കിയ ആണ്. അപ്പോൾ സി ആകൃതിയിലുള്ള, നിങ്ങൾക്ക് ആകൃതി കാണാൻ പറ്റുന്നുണ്ടല്ലോ, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് എന്ത്? ശ്വാസനാളം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് എന്ത്? നമ്മുടെ ശ്വാസനാളം. ഈ ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിനാണ് ഈ തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിട്ടുള്ള ഇത് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്വാസനാളം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ശ്വസനി. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറിൽ ഇപ്പുറത്ത് കാണുന്നില്ലേ, ലൈറ്റ് നമുക്ക് അടയാളപ്പെടുത്തിയത് കാണുന്നുണ്ടല്ലോ അല്ലേ? ബ്ലൂ കളറിൽ ഇപ്പുറത്ത് കാണുന്ന ചില്ലകൾ പോലെ കാണപ്പെടുന്നതാണ് ശ്വസനി അഥവാ ബ്രോങ്കസ്. അപ്പോൾ എന്താണ് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന് പറയുന്നത്? ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് അല്ലേ? ശ്വാസനാളം ഇവിടെ ബ്ലൂ കളറിൽ സി ഷേപ്പ്ഡ് കുഴൽ കണ്ടു. അതിൽ നിന്നും പോകുന്ന ശ്വാസകോശങ്ങളാണ് അല്ലേ, അതിൻ്റെ ശാഖകളാണ് അല്ലേ? അപ്പോൾ ശ്വാസനാളത്തിൻ്റെ ശാഖകൾ ഇരു ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല, രണ്ട് ഭാഗത്തേക്കും ഒരേപോലെയാണ്. അപ്പോൾ ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് എന്തെന്ന് പറയുന്നത്? ശ്വസനി എന്ന് പറയുന്നത്. ഇവയിലും എന്തുണ്ട്? തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്വാസനാളം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ്. ആ ശ്വാസനാളത്തിൽ നിന്നും പോകുന്ന ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശാഖകളാണ് എന്ത്? ശ്വസനി അഥവാ ബ്രോങ്കസ് എന്ന് പറയുന്നത്. ഇവയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. അടുത്ത പാർട്ട് ശ്വസനിക. ശ്വസനിക എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്നതാണ്. ആ പാർട്ട് ഇവിടെ സെപ്പറേറ്റ് അവർ എടുത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്വസനിക അഥവാ ബ്രോങ്കിയോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്വസനിയുടെ അഗ്രശാഖകൾ വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. അപ്പോൾ ശ്വസനിയുടെ അഗ്രശാഖയാണ്. ശ്വസനി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനി. അപ്പോൾ ഈ ശ്വസനിയിൽ തരുണാസ്ഥി വലയങ്ങൾ ഇല്ലാത്ത ഭാഗം, തരുണാസ്ഥി വലയങ്ങൾ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്, അതിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടാത്ത ഭാഗമുണ്ട്. അതാ ഇവിടെ ആയിട്ട് വരുന്നതാണ്. തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടാത്ത ഭാഗമാണ് എന്ത്? ശ്വസനിക എന്ന് പറയുന്നത്. അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? ശ്വസനിക. ഓക്കെ, ബ്രോങ്കിയോൾ എന്ന് പറയുന്നു.
ഇനി അടുത്തത് വായു അറ. ഈ ശ്വസനിക നോക്കുക, ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളുണ്ട്. ഇതാണ് വായു അറകൾ. ഈ വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഈ വായു അറകളിൽ വച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ശ്വസനികകളുടെ അഗ്രത്തുള്ള ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് ഈ വായു അറ അല്ലെങ്കിൽ ആൽവിയോളസ് എന്ന് പറയുന്നത്. ഈ വായു അറയിൽ വെച്ചിട്ടാണ് വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി 2 ഭാഗം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്ലൂറ. പ്ലൂറ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ്, അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് പ്ലൂറ? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ. സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ സ്ഥലപാളികൾക്കിടയിൽ പ്ലൂറാദ്രവം ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ഈ സ്ഥലപാളികൾക്കിടയിലെ പ്ലൂറാദ്രവം എന്ത് ചെയ്യുന്നുണ്ട്? ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഭാഗമാണ് ഡയഫ്രം. ദേ ഇങ്ങനെ ഇവിടെ വളഞ്ഞു കാണപ്പെടുന്നില്ലേ ഒരു റെഡ് കളറിൽ, അതാണ് ഡയഫ്രം. അപ്പോൾ ഡയഫ്രം എന്ന് പറയുന്നത് എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഡയഫ്രം എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർന്നതാണ് എന്ത്? നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? നാസാദ്വാരം, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു അറ, ഡയഫ്രം, പ്ലൂറ. ഓക്കെ, അപ്പോൾ ഇത്രയും ചേരുന്നതാണ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. പഠിച്ചല്ലോ. ഇനി അടുത്തത് നോക്കുക. നാസാദ്വാരം മുതൽ വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാരപാതയാണ് ശ്വസനപഥം. എന്താണ് ശ്വസനപഥം? നാസാദ്വാരം മുതൽ വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാരപാതയാണ് ശ്വസനപഥം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കുക. അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ശ്വാസോച്ഛ്വാസം നടക്കുന്നു അല്ലേ? നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. തൽഫലമായി വായു ഉള്ളിലേക്ക് പ്രവേശിക്കുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശ്വാസോച്ഛ്വാസ ചലനങ്ങൾക്ക് അടിസ്ഥാനം ഔരസാശയത്തിൻ്റെ സങ്കോച വികാസങ്ങളാണ്. ശ്വാസോച്ഛ്വാസ ചലനങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഔരസാശയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ കാരണമാണ്. ഓക്കെ, ഔരസാശയത്തിൻ്റെ സങ്കോച വികാസങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത് ക്രമമായി ആവർത്തിക്കപ്പെടുന്നു. ഔരസാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും, ഓക്കെ, ഔരസാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും സങ്കോചിക്കുമ്പോൾ എന്താണ്? നിശ്വാസവുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഔരസാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും സങ്കോചിക്കുമ്പോൾ നിശ്വാസവും സംഭവിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഔരസാശയം ക്രമമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന കമാന ആകൃതിയിലുള്ള ഡയഫ്രം എന്ന പേശി പാളിയുടെയും ഇന്റർകോസ്റ്റൽ പേശികൾ എന്നറിയപ്പെടുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളുടെയും സംയോജിത പ്രവർത്തനമാണ് ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടാനും കുറയാനും ഇടയാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഔരസാശയം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നത്? ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന കമാന ആകൃതിയിലുള്ള ഡയഫ്രം നമ്മൾ പഠിച്ചല്ലോ എന്ന പേശി പാളികളുടെയും ഇന്റർകോസ്റ്റൽ പേശികൾ എന്നറിയപ്പെടുന്ന വാരിയെല്ലുകൾക്കിടയിൽ പ്രത്യേകതരം പേശികളുടെയും സംയോജിത പ്രവർത്തനമാണ് ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടാനും കുറയാനും ഇടയാക്കുന്നത്. ഇനി ഉച്ഛ്വാസത്തിന്റെ സമയത്തും നിശ്വാസത്തിന്റെയും സമയത്തും ഈ ഡയഫ്രത്തിന്റെയും ഇന്റർകോസ്റ്റൽ പേശികളുടെയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉച്ഛ്വാസത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു. ഓക്കെ, ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വാരിയെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഉയരുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഡയഫ്രം എന്ത് സംഭവിക്കുന്നു? സങ്കോചിക്കുന്നു. ഔരസാശയ വ്യാപ്തം കൂടുന്നു.
ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു, വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അപ്പം ഉച്ഛ്വാസത്തിന്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു, ഔരസാശയ വ്യാപ്തം കൂടുന്നു, ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു, വായു എന്ത് ചെയ്യുന്നു, അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി നിശ്വാസത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് മൂലം വാരിയെല്ലുകൾ എന്ത് ചെയ്യുന്നു, താഴുന്നു, ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഔരസാശയ വ്യാപ്തം കുറയുന്നു, ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു, വായു പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഉച്ഛ്വാസ നിശ്വാസ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി വാതക വിനിമയം നടക്കുന്നത് വായു അറകളിലാണെന്ന് പറഞ്ഞല്ലേ. വാതക വിനിമയം നടക്കുന്നത് ആൽവിയോളസ് അല്ലെങ്കിൽ വായു അറകളിലാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉച്ഛ്വാസത്തിന്റെ ഫലമായി അന്തരീക്ഷ വായു അറകളിൽ എത്തിച്ചേരുന്നു അല്ലെ. നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് അന്തരീക്ഷ വായു എന്ത് ചെയ്തു, വായു അറകളിൽ എത്തിച്ചേരുന്നു. ശ്വസനവാതകങ്ങളായ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കൈമാറ്റം വായു അറകളിലാണ് നടക്കുന്നത്. വായു അറകളിലാണ് ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കൈമാറ്റം നടക്കുന്നത്. അപ്പോൾ നോക്കുക, ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനിയുടെ അഗ്രശാഖകളായ ശ്വസനികകൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, ശ്വസനിക എന്ന് പറയുന്നത് തുറക്കുന്നത് വായു അറകളിലേക്കാണ്. ഈ വായു അറകൾ ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. വായു അറകൾ എന്ത് ചെയ്യുന്നു? ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. വായു അറകളെ ആവരണം ചെയ്ത ധാരാളം രക്തലോമികകളുണ്ട്. അവയുടെ ഉൾഭിത്തി സദാ ഈർപ്പമുള്ളതായി കാണപ്പെടുന്നു. അവയുടെ ഭിത്തിയും അവയെ ആവരണം ചെയ്തിരിക്കുന്ന രക്തലോമികളുടെ ഭിത്തിയും ഓരോ നിര കോശങ്ങളാൽ മാത്രം നിർമ്മിതമാണ്. ചുരുക്കത്തിൽ രക്തലോമികകളിലെ രക്തത്തിനെയും വായു അറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിന് 2 നിര കോശങ്ങളുടെ കനം മാത്രമേ ഉള്ളൂ. ഓക്കെ, രക്തലോമികകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ രക്തലോമികളിലുള്ള രക്തത്തിനെയും വായു അറകളിലുള്ള വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലം എന്ന് പറയുന്നത് എന്താണ്? 2 നിര കോശങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലും, ഓക്കെ, ഉച്ഛ്വാസവേളയിൽ എന്താണ്? വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവുമാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി രക്തലോമികളിൽ എന്താണ്? ഓക്സിജന്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലുമാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അത് മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്താണ്? കുറവായിരിക്കും. അപ്പോൾ നേരെ തിരിച്ചായിരിക്കും രക്തലോമികളിൽ എന്താണ്? ഓക്സിജന്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത എന്തായിരിക്കും? കൂടുതലുമായിരിക്കും ഉച്ഛ്വാസ സമയത്ത്. ഓക്കെ, തന്മൂലം വായു അറകളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ രക്തലോമികളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്കും ഡിഫ്യൂഷനിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു. കാരണം എന്താണ്? ഓക്സിജന്റെ അളവ് എവിടെയാണ് കൂടുതൽ? ഗാഢത കൂടുതൽ എവിടെയാണ്? വായു അറകളിലാണ് അല്ലെ. വായു അറകളിലാണ് ഓക്സിജന്റെ ഗാഢത കൂടുതൽ. അപ്പൊ എപ്പോഴും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് നടക്കുന്നത്? ഗാഢത കൂടിയിടത്തു നിന്നും കുറഞ്ഞിടത്തേക്കാണ്. അപ്പൊ കൂടുതലുള്ളത് ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ വായു അറകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ വായു അറകളിൽ നിന്നും രക്തലോമികളിലേക്കും, രക്തലോമികളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് രക്തലോമികളിൽ നിന്നും വായു അറകളിലേക്കും നടക്കുന്നു, ഡിഫ്യൂഷനിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഉച്ഛ്വാസവേളകളിൽ നമ്മൾ വായു ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് ഈ വായു അറകളിൽ എന്താണ്? ഓക്സിജന്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവായിരിക്കും. അപ്പോൾ രക്തലോമികളിലോ ഓക്സിജന്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലും ആയിരിക്കും. അപ്പോൾ വായു അറകളിലാണ് ഓക്സിജന്റെ ഗാഢത കൂടുതൽ. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്? ഗാഢത കൂടുതലിൽ നിന്നും കുറഞ്ഞതിലോട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ ഗാഢത കൂടുതൽ വായു അറകളിലായതുകൊണ്ട് ഓക്സിജൻ വായു അറകളിൽ നിന്നും രക്തലോമികളിലോട്ടും, രക്തലോമികകളിൽ എന്ത് കൂടുതലാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലാണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് രക്തലോമികകളിൽ നിന്നും വായു അറകളിലോട്ടും എന്താണ്? വിനിമയം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ.
ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ത്വക്കിനേക്കാളും വിസ്തീർണമോ എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ശരീരത്തെ മൊത്തം പൊതിയുന്ന ത്വക്കിന്റെ പ്രതല വിസ്തീർണം 2 ചതുരശ്ര മീറ്റർ മാത്രമേ ഉള്ളൂ. എന്നാൽ 2 ശ്വാസകോശങ്ങളിലെയും വായുവറകളുടെ ആകെ പ്രതല വിസ്തീർണം ഏകദേശം 70 ചതുരശ്ര മീറ്റർ ആണ്. അതായത് ഒരു ടെന്നീസ് കോർട്ടിന്റെ വിസ്തീർണത്തിന് തുല്യം. ഇത്രയും കൂടിയ പ്രതല വിസ്തീർണം ശ്വസനവാതകങ്ങളുടെ വിനിമയം എളുപ്പത്തിൽ നടക്കുന്നതിന് സഹായിക്കുന്നു. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ലഘുപോഷകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് പ്ലാസ്മയിലൂടെയാണ്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, നമ്മൾ ദഹന വ്യവസ്ഥയും രക്തപര്യായ വ്യവസ്ഥയൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചു അല്ലെ. ലഘുപോഷകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് പ്ലാസ്മയിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രക്തപര്യായ വ്യവസ്ഥയിൽ പഠിച്ചതാണ്. അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ സംവഹനം ചെയ്യുന്നത്. ഓക്സിജന്റെ സംവഹനം നടക്കുന്നത് എന്താണ്? അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ സംവഹനം ചെയ്യുന്നത്. ഇനി നോക്കുക, ഈ അരുണ രക്താണുക്കളുടെ പ്രത്യേകതകൾ ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡിസ്കിന്റെ ആകൃതിയുണ്ട്. 1 മില്ലി ലിറ്റർ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ്. 1 മില്ലി ലിറ്റർ രക്തത്തിലെ അരുണ രക്താണുക്കൾ എത്രയാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് ഉണ്ടാവുക. ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ഇല്ല. നിറയെ ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഹീമോഗ്ലോബിൻ മാത്രം. ഹീമോഗ്ലോബിൻ ആണ് കൂടുതലായിട്ട് നിറയെ ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഹീമോഗ്ലോബിൻ മാത്രമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അരുണ രക്താണുക്കളുടെ ക്യാരക്ടേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്കിന്റെ ആകൃതിയാണ്. 1 മില്ലി ലിറ്റർ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ഉണ്ട്. ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ഇല്ല. അപ്പോൾ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് ഹീമോഗ്ലോബിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും അടങ്ങുന്നതാണ് എന്ത്? ഹീമോഗ്ലോബിന്റെ ഘടന. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിന്റെ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. ഓക്കെ, ഒരു ഹീമോഗ്ലോബിന്റെ തന്മാത്രയ്ക്ക് 4 ഓക്സിജനെ വഹിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? 4 പ്രോട്ടീൻ ഇഴകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളത് കൊണ്ട് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനായിട്ട് കഴിയും. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നോക്കുക. ഇവിടെ പുകമുറിയിൽ അകപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി കാർബൺ മോണോക്സൈഡിനോടാണ്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് അതിവേഗം കൂടിച്ചേരുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെടുകയും ചെയ്യുന്നു. ഓക്സി ഹീമോഗ്ലോബിനെ പോലെ കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കാത്തത് മൂലം ഹീമോഗ്ലോബിൻ തന്മാത്ര നശിക്കുന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ അപകടകരമാകാറുണ്ട്. തീപിടുത്തമുണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം കാർബൺ മോണോക്സൈഡും ശ്വസിക്കാൻ ഇടയാകും. അതുകൊണ്ട് എത്രയും വേഗം തീ കെടുത്തണം. എന്നുള്ളതുപോലെ തന്നെ പുകമുറിയിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കുക എന്നതും പ്രധാനമാണ്. നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും പൊത്തി കിടന്നുരുണ്ട് പുറത്തു കടന്ന് വായുസഞ്ചാരമുള്ള ഭാഗത്തേക്ക് മാറുകയാണ് വേണ്ടത്. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തവരെ രക്ഷാപ്രവർത്തകർക്കും ഇതേ രീതി ഉപയോഗിച്ച് രക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പുകമുറിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാനൊക്കെ കാരണം? ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി കൂടുതൽ ആരോടാണ്? കാർബൺ മോണോക്സൈഡിനോടാണ്. അപ്പോൾ ഹീമോഗ്ലോബിനുമായിട്ട് ഈ കാർബൺ മോണോക്സൈഡ്, അതായത് നമ്മൾ പുകമുറിയിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുകയിൽ എന്തുണ്ട്? കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് അത് ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേരുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പുകമുറിയിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വേഗം അവരെ പുറത്താക്കി രക്ഷിക്കണമെന്ന് പറയുന്നതിന് കാര്യം ഇതാണ്. ഹീമോഗ്ലോബിൻ ഓക്സിജനോടൊപ്പം പ്രതിപത്തി ഉള്ളതിനേക്കാൾ കൂടുതൽ കാർബൺ മോണോക്സൈഡ് ആയിട്ടാണ് കൂടുതൽ. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെടുന്നത് കൊണ്ടാണ് പുകമുറിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അപകടമാണ് എന്ന് പറയാനായിട്ട് കാര്യം. ഓക്കെ, അപ്പോൾ ഓക്സിജൻ സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ്റെ പങ്ക് നമ്മളിവിടെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇത് അവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നോക്കുക. ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ഘടകം എന്താണ്? ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ഘടകമാണ് ഇരുമ്പ് തന്മാത്രകൾ. ഇരുമ്പടങ്ങിയ ഇലക്കറികൾ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്.
ആരോഗ്യമുള്ള ഒരു പുരുഷനിൽ 100 മില്ലി ലിറ്റർ രക്തത്തിന് ശരാശരി 15 ഗ്രാമും സ്ത്രീകളിൽ ശരാശരി 13 ഗ്രാമും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളിൽ 100 മില്ലി ലിറ്റർ രക്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രയാണ്? ശരാശരി 15 ഗ്രാമും, പുരുഷന്മാരിലാണെങ്കിൽ ശരാശരി 13 ഗ്രാമും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് എന്ത്? അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. WIFS പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ നിങ്ങൾക്ക് ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിന്റെ അളവ് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അനീമിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇരുമ്പിന്റെ അംശം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താണ് ഈ ഗുളികകളൊക്കെ തരുന്നത്. ഓക്കെ, അയൺ കണ്ടന്റുള്ള ഗുളികകൾ തരാനായിട്ട് കാര്യം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഊർജം സ്വതന്ത്രമാക്കാൻ. ഓക്കെ, കോശശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്. നമ്മൾ കോശം എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ ക്ലാസ് റൂം സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നമ്മൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കണ്ടവർക്ക് ഇത് ഓർമ്മയുണ്ടാകും. ഓക്കെ, അതിവിടെ നമ്മുടെ ശ്വസനത്തിൻ്റെ ഭാഗമായിട്ട്, ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഈ ഒരു ചാപ്റ്ററിലാണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മളത് കോശം പഠിച്ച കൂട്ടത്തിൽ നമ്മൾ കോശശ്വസനവും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് കണ്ടവർക്ക് ഇത് ഒന്നും കൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, നോക്കുക, കോശത്തിലെത്തുന്ന ഓക്സിജൻ എങ്ങനെയാണ് ഊർജോൽപാദനത്തിന് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാന പോഷക ഘടകം ഗ്ലൂക്കോസ് ആണ് അല്ലേ? നമുക്കറിയാം ശരീരത്തിന് ഊർജം ലഭ്യമാകുന്ന പ്രധാന പോഷക ഘടകം എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സുഖമില്ലാതെ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് കയറ്റുന്നത് അല്ലേ? അപ്പോൾ കോശത്തിൽ വച്ച ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് എന്ത്? കോശശ്വസനം. ഓക്കെ, അപ്പോൾ എന്താണ് കോശശ്വസനം? കോശത്തിൽ വച്ച ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാവുന്ന പ്രക്രിയയാണ് കോശശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോശശ്വസനം 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഒന്ന് ഗ്ലൈക്കോളിസിസും ഒന്ന് ക്രബ്സ് പരിവൃത്തി. അപ്പോൾ ഈ 2 ഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കിവിടെ കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോശശ്വസനത്തിലെ 1ാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റുന്നു? പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് കോശശ്വസനത്തിലെ 1ാം ഘട്ടമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഇവിടെ ലഭ്യമാകുന്ന തന്മാത്രകളുടെ എണ്ണം 2 ATP ആണ്. ഇനി ഇതിന് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ഇത്രയും പോയിന്റ്സ് കിട്ടി. ഇനി അടുത്ത ഘട്ടം ക്രബ്സ് പരിവൃത്തിയാണ്. അപ്പോൾ കോശശ്വസനത്തിലെ 2ാം ഘട്ടമാണ് എന്ത്? ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത്, ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രബ്സ് സൈക്കിൾ നടക്കുന്നത്, ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ ഗ്ലൈക്കോളിസിസിൽ എന്തായി? ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. ആ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് മാറ്റപ്പെടുന്നു. ഇവിടെ വെച്ചിട്ട് ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്ന 2nd സ്റ്റേജിൽ വെച്ചിട്ട് ഇവിടെ 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. എത്രയാണ്? 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഗ്ലൈക്കോളിസിസിലോ 2 ATP തന്മാത്രകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ, അതായത് ക്രബ്സ് പരിവൃത്തിയിൽ എന്താണ്? ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, കോശശ്വസനത്തിൽ ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന സ്റ്റേജ് ഏതാണ്? അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്ന ഘട്ടം ഏതാണ്? ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്നത് ഗ്ലൈക്കോളിസിസും ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന ഏതാണ്? ക്രബ്സ് പരിവൃത്തിയാണ്. ഗ്ലൈക്കോളിസിസിൽ എത്ര ATP തന്മാത്രകളാണ് ലഭ്യമാകുന്നത്? 2 ATP തന്മാത്രകളാണ്. ക്രബ്സ് പരിവൃത്തിയിൽ 28 ATP തന്മാത്രകളാണ് നടക്കുന്നത്. ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ നടക്കുന്നത് എന്താണ് മാറ്റം? ഗ്ലൈക്കോളിസിസിൽ നടക്കുന്നത് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ക്രബ്സ് പരിവൃത്തിയിൽ നടക്കുന്നത് എന്താണ്? പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ആ 2 സ്റ്റേജും എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏകദേശം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കോശശ്വസനം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് ടിഷ്യൂ ദ്രവത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ പഠിച്ചു ക്രബ്സ് പരിവൃത്തിയുടെ ഭാഗമായിട്ട് എന്ത് നടന്നു? പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറി അല്ലേ? അപ്പോൾ ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകണം അല്ലേ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്വാസകോശങ്ങളിൽ വച്ച്
കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമാകുന്നു. ഓക്കെ, ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിലാണ് മാറുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു? കാർബമിനോ ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പൊ ശ്വാസകോശങ്ങളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശങ്ങളിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോക്കുക, കോശങ്ങളിൽ വൈവിധ്യമാർന്ന ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഓക്കെ, കോശങ്ങളിൽ വൈവിധ്യമാർന്ന ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊന്നാണ് എന്ത്? കോശശ്വസനം. നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ കോശശ്വസനം എന്താണെന്നുള്ളത്. അപ്പോൾ കോശശ്വസനത്തിന്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ഈ ഉൽപ്പന്നങ്ങൾ നിശ്ചിത അളവിനേക്കാൾ കൂടുന്നത് ശരീര സുസ്ഥിരതയ്ക്ക് ഹാനികരമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ആകും. കാർബോണിക് ആസിഡിന്റെ അളവ് ഉയരുന്നത് ശരീരത്തിനുള്ളിലെ അസിഡിറ്റി ഉയർത്തും. തന്മൂലം ആന്തര രൂപസ്ഥിതിയിൽ മാറ്റമുണ്ടാകും. ആന്തര പരിസ്ഥിതിയിൽ മാറ്റമുണ്ടാക്കുന്ന വസ്തുക്കളെ യഥാസമയം നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതും ആന്തര സമസ്ഥിതി പരിപാലനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കറക്റ്റായിട്ട് ശ്വസനത്തിന്റെ ഫലമായിട്ട് പുറത്തു പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കോശത്തിലേക്ക്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും കോശശ്വസനത്തിന്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത അളവുണ്ട്, അതിനേക്കാളും കൂടുന്നത് എന്താണ്? ശരീരത്തിന്റെ സുസ്ഥിതിക്ക് ഹാനികരമാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും? കാർബോണിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബോണിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എന്താണ്? ഇത് ആന്തരിക സമസ്ഥിതി പരിപാലനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും യഥാസമയം നീക്കം ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കുക, വായുവില്ലാതെയും ശ്വസനമോ, അതായത് ചിലയിനം ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയ ജീവികൾ ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കാൻ കഴിവുള്ളവയാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ തന്നെ എന്താണ് ജീവിക്കുന്ന ബാക്ടീരിയകളും എന്താണ് ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം എങ്ങനെയാണ് അവയ്ക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവ്യത്തിൽ നിന്ന് പൈറുവിക് ആസിഡ് നോക്കുക ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈസ്റ്റിന്റെ പ്രസൻസിൽ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞ ആൽക്കഹോൾ ഫെർമെന്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഓക്കെ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതായത് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ഓക്കെ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യത്തേത് ശ്വാസകോശ അർബുദം, ലങ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു. അപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗമാണ് ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത്. അടുത്തത് എംഫിസീമ. എംഫിസീമ എന്ന് പറയുന്നത് എന്താണ്? പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. അതുപോലെ അടുത്തൊരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഈ 3 രോഗങ്ങൾ പഠിച്ചു വയ്ക്കുക: ശ്വാസകോശാർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. എംഫിസീമയൊക്കെ ചോദിക്കാറുള്ളതാണ്. ഏത് വ്യവസ്ഥയുമായിട്ട് ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്, ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പുകവലി മൂലമാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അല്ലെ. മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ഒരു ദുശീലമാണ് പുകവലി. പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് ഏതൊക്കെ? ശ്വാസകോശ അർബുദവും എംഫിസീമയും ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഭാഗത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കുക. ശ്വസന വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് എന്ത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1/2 ലിറ്റർ വരും. ഇപ്പം എന്താണ് ടൈഡൽ വോളിയം? ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് എന്ത്?
ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഇത് ഏകദേശം 1/2 ലിറ്റർ ആണ് വരുന്നത്. എന്നാൽ ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിന്റെ അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉച്ഛ്വസിക്കുന്നത് ഗാഢമായി ഉച്ഛ്വസിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് നമ്മൾ നിശ്വസിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു വായുവിന്റെ അളവ്, ആ ഒരു പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി ശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാശയ പേശികളുടെ കരുത്തിന്റെയും സൂചകമായി കരുതുന്നു. അതുകൊണ്ടാണ് ഈ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നത്? ഉച്ഛ്വാസം അല്ലെ, ഗാഠമായി ഉച്ഛ്വസിച്ച് ദെൻ നല്ല ശക്തിയായിട്ട് നിശ്വസിക്കാനൊക്കെ പറഞ്ഞത് ഒരു എക്സസൈസ് പോലെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഈ വൈറ്റൽ കപ്പാസിറ്റി ശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാശയ പേശികളുടെ കരുത്തിൻ്റെയും സൂചകമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ ഇത് 3 ലിറ്ററും ആയിരിക്കും. ഓക്കെ, ആരോഗ്യമുള്ള പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ ഇത് 3 ലിറ്ററും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇനി പറയുന്നത്. ഇനി വൈറ്റൽ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇനി ശ്വസനം മറ്റു ജീവികളിൽ, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയാണ്, ഹ്യൂമൻ ബോഡിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ശ്വസന വ്യവസ്ഥ, അപ്പോൾ അതിൽ വരുന്ന ഭാഗങ്ങൾ, ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ആ ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻ, ഡയഫ്രം, പ്ലൂറ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്.